ഈ ജോലി कुड़ी बजे ഹായ് ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നലെ തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ കോരാണി പിരപ്പമൺകാട് പാടശേഖരത്തിൽ നടന്ന കാളപൂട്ട് അല്ലെങ്കിൽ മരമടി മത്സരത്തിൽ നിന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇത്. എന്താണ് ഈ മരമടി മത്സരമെന്ന് നമുക്ക് നോക്കാം. കേരളത്തിൽ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട കാളയോട്ട മത്സരമാണ് മരമടി. ഇതിനെ പോത്തോട്ടം, കാളപൂട്ട് എന്നീ പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. കാളപൂട്ട് മത്സരം മിക്കവാറും മലപ്പുറം, കോഴിക്കോട്, പാലക്കാട് ജില്ലകളിലാണ് നടക്കാറുള്ളത്. മലപ്പുറം ജില്ലയിലെ പയ്യനാട് വർഷങ്ങളായി കാളപൂട്ട് മത്സരം നടക്കാറുണ്ട്. ജനകീയ സാംസ്കാരിക ഉത്സവമാണിത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തുന്ന കാളകൾ ഇതിൽ പങ്കെടുക്കുന്നു. അതിവിദഗ്ധരായ കാളക്കാരാണ് കാളകളെ നിയന്ത്രിക്കുന്നത്. കാള, പോത്ത് തുടങ്ങിയ വിവിധ വിഭാഗങ്ങളായി മത്സരങ്ങൾ നടക്കാറുണ്ട്. ഉഴുതുമറിച്ച വയലുകൾ ആണ് മരമടിയുടെ സ്റ്റേഡിയം. നുകം വെച്ച് കെട്ടിയ 2 കാളകളും അവയെ നിയന്ത്രിക്കുന്ന 3 ആളുകളും ചേർന്നതാണ് ഒരു സംഘം. ഇത്തരം 30 സംഘങ്ങളെങ്കിലും മത്സരത്തിൽ പങ്കെടുക്കും. ഉച്ച മുതൽ വൈകുന്നേരം വരെയാണ് മത്സരം. പ്രത്യേകം പരിശീലിപ്പിച്ച കാളകളും വൈദഗ്ധ്യമുള്ള കാളക്കാരുമാണ് മരമടിയിൽ പങ്കെടുക്കുന്നത്. ഉഴവും മൃഗങ്ങളെ കുളിപ്പിച്ച് അരിമാവ്, മഞ്ഞൾപ്പൊടി എന്നിവ കൊണ്ട് അലങ്കരിക്കുന്നു. തുടർന്ന് തുടി, മരം എന്നീ വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെ അവയെ ഇളനീർ കൊണ്ട് അഭിഷേകം ചെയ്ത ശേഷം കൂട്ടിക്കെട്ടി വയലിൽ ഇറക്കുന്നു. ഓരോ മൃഗങ്ങൾക്കും ഒരു പോത്തോട്ടക്കാരനുണ്ടായിരിക്കും. അയാൾ മൃഗവുമായി ബന്ധിപ്പിക്കുന്ന ഒരു പലകയിൽ നിന്ന് പോത്ത് അല്ലെങ്കിൽ കാളയ്ക്കൊപ്പം സഞ്ചരിക്കുന്നു. മൃഗങ്ങൾ മുന്നോട്ട് കുതിക്കുന്നതിനനുസരിച്ച് ഓട്ടക്കാരൻ പലകമേൽ നിന്ന് അവയെ തെളിച്ചുകൊണ്ടിരിക്കണം. ഇടയ്ക്ക് പലകയിൽ നിന്ന് നിലത്തിറങ്ങി ഓടാനും സാധിക്കും. കർണാടകയിലെ കുമ്പള എന്ന പേരിൽ മരമടിക്ക് സമാനമായി ഒരു മത്സരം നടക്കാറുണ്ട്. മണ്ണിൻ്റെ ഗന്ധവും കർഷക ജനതയുടെ കരുത്തും നിറയുന്ന ഗ്രാമീണ ആവേശമാണ് കാളപൂട്ട്. കാളപൂട്ടിൽ പങ്കെടുക്കുന്ന ഒരു ടീമിന് 2 റൗണ്ട് ട്രയൽ റൺ അനുവദിക്കും. 3 റൗണ്ടുകളിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഫിനിഷിംഗ് പോയിന്റ് കടക്കുന്നവരാണ് വിജയികൾ. കാളപൂട്ട് കണ്ടത്തിൻ്റെ 4 മൂലയിലും സ്പ്രിങ്ങും ബോളും സ്ഥാപിക്കും. ഇത് തട്ടാതെ ഇവയ്ക്കുള്ളിലൂടെ ഓടിയെത്തണം. നല്ല സ്പീഡിൽ അങ്ങനെ ഓടിയെത്തിയാൽ അവർ വിജയിക്കും. കാർഷിക സംസ്കൃതിയുടെ ഓർമ്മകളുണർത്തിയാണ് കൊയ്ത്ത് പാടത്ത് കാളപൂട്ട് മത്സരം നടക്കുന്നത്. ആവേശവും ആർപ്പുവിളികളോടെയും കന്നുകാലികളുമായി എത്തിയ കർഷകർ പോരാടും. ചേറും കന്നും വയലുകളിലെ പതിവ് കാഴ്ചയാണ്. യന്ത്ര സംവിധാനങ്ങൾ എത്രയൊക്കെ വന്നാലും കന്നിനെ കൊണ്ട് ഒരു പറ കണ്ടമെങ്കിലും പൂട്ടിക്കാതെ കർഷകന് വിശ്രമമുണ്ടാവില്ല. ഉഷിരോടെ കന്നുകൾ കരപിടിക്കാൻ ഓടിയപ്പോൾ 2 കരങ്ങളിലും കയ്യടിയോടെ ആവേശം കൂട്ടാൻ കാണികളുടെ നിറഞ്ഞ പങ്കാളിത്തം ഉണ്ടായിരുന്നു. മാറ്റത്തിനും മറവിക്കും ഇങ്ങനെയുള്ള കാഴ്ചകൾ മറുമരുന്നാവുമെന്നാണ് പഴമക്കാർ പറയുന്നത്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.